ഞാറ്റുവേല മഹോത്സവത്തിനായി ഒരുക്കിയ പൊതുകളിസ്ഥലത്ത് മാലിന്യങ്ങൾ തള്ളിയ സംഭവത്തിൽ ഇരിങ്ങാലക്കുട നഗരസഭയോട് വിശദീകരണം തേടി ജില്ലാ ഭരണകൂടം. കക്കൂസ് മാലിന്യങ്ങളടക്കം അയ്യങ്കാവ് മൈതാനത്ത് അശാസ്ത്രീയമായി സംസ്കരിച്ചതിലാണ് നടപടി. അശാസ്ത്രീയ മാലിന്യ സംസ്കരണം സംബന്ധിച്ച് ന്യൂസ് മലയാളം വാർത്ത ചൂണ്ടിക്കാട്ടി നഗരസഭാ കൗൺസിലർ നൽകിയ പരാതിയിലാണ് കളക്ടറുടെ ഇടപെടൽ. ലെവിനാണ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. ലെവിൻ, നേരത്തെ തന്നെ നമ്മൾ ഈ വാർത്ത വിശദമായി നൽകിയിരുന്നു. അതിലാണ് ഇപ്പോൾ കളക്ടറുടെ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. എന്താണ് ഇക്കാര്യത്തിൽ ജില്ലാ ഭരണകൂടം സ്വീകരിച്ചിരിക്കുന്ന നടപടി? സ്വാതി, ജൂലൈ 5-നാണ് ന്യൂസ് മലയാളം ഇരിങ്ങാലക്കുട നഗരസഭയുടെ മൈതാനത്ത് പൊതു കളിസ്ഥലത്ത് കക്കൂസ് മാലിന്യങ്ങളടക്കം നിക്ഷേപിച്ചുകൊണ്ടുള്ള പരിപാടി നഗരസഭ തന്നെ നടത്തുന്ന ഞാറ്റുവേല മഹോത്സവം ജൂൺ 27 മുതൽ ജൂലൈ 6 വരെയാണ് പരിപാടി നടന്നത്. ഈ പരിപാടി നടന്ന ദിവസങ്ങളിൽ അത്രയും നഗരസഭയുടെ മൈതാനത്ത് പൊതു കളിസ്ഥലമാണ്. നിരവധി വിദ്യാർത്ഥികളും യുവാക്കളുമൊക്കെ കായിക പരിശീലനം നടത്തുന്ന ഗ്രൗണ്ടിൽ കക്കൂസ് മാലിന്യങ്ങളടക്കം കുഴികുത്തി നിക്ഷേപിക്കുകയും പരിസരമാകെ ഗ്രൗണ്ടാകെ മലിനമാക്കുകയും ചെയ്ത സംഭവത്തെക്കുറിച്ച് വാർത്ത നൽകുന്നത്. ഈ വാർത്ത ചൂണ്ടിക്കാട്ടി നഗരസഭാ കൗൺസിലർ മാർട്ടിൻ ആലങ്ങാട്ട് നൽകിയ പരാതിയെ തുടർന്നാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ഇരിങ്ങാലക്കുട നഗരസഭയോട് ഇത് സംബന്ധിച്ച് വിശദീകരണം നൽകണമെന്ന് കാട്ടി ഇന്നലെ കഴിഞ്ഞ ദിവസം കളക്ടർ നോട്ടീസ് നൽകിയിരുന്നു. അതോടൊപ്പം തന്നെ തദ്ദേശ ഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടറോട് നഗരസഭയ്ക്കെതിരെ ഇക്കാര്യത്തിൽ വിശദീകരണം തേടി നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് കളക്ടറുടെ ഓഫീസിൽ നിന്ന് തന്നെ കത്ത് നൽകി. ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർക്കും ഇത് സംബന്ധിച്ചിട്ടുള്ള പരാതി അന്വേഷിക്കാനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. മാലിന്യമുക്ത കേരളത്തിന് ചുമതലപ്പെട്ട നഗരസഭ തന്നെ ഇത്തരത്തിൽ മലിനീകരണം നടത്തുന്നത് അത് വൃത്തിഹീനമായ സാഹചര്യം ഉണ്ടാക്കി പൊതു കളിസ്ഥലം നശിപ്പിച്ച് ഇത്തരത്തിലൊരു തെറ്റായ നടപടി സ്വീകരിച്ചത് നിയമവിരുദ്ധ പ്രവർത്തനമാണെന്ന് കാട്ടിയാണ് കളക്ടർ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. ഏതായാലും തദ്ദേശ ഭരണവകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഇരിങ്ങാലക്കുട നഗരസഭ ഇത് സംബന്ധിച്ചൊരു ഔദ്യോഗിക വിശദീകരണം ഇനിയും നൽകാൻ തയ്യാറായിട്ടില്ല. പതിവായി ഞാറ്റുവേല മഹോത്സവത്തിനായി ഒരുക്കിയ പൊതു കളിസ്ഥലത്ത് മാലിന്യങ്ങൾ തള്ളിയ സംഭവത്തിലാണ് ഇപ്പോൾ ഇരിങ്ങാലക്കുട നഗരസഭയോട് ജില്ലാ ഭരണകൂടം വിശദീകരണം തേടിയിരിക്കുന്നത്. ന്യൂസ് മലയാളം വാർത്തയ്ക്ക് പിന്നാലെയാണ് ഈ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്.